ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അല്ലാതെ നമ്മളോടും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വീഡിയോ ഡിലേ ആയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് നാട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 ദിവസം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോയ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദിനുവിൻ്റെ അച്ഛനും അമ്മയും സൗദിക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ അവർ 3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. കൂട്ടത്തിൽ ചേച്ചിയും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു 10 ദിവസത്തേക്ക്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തീരുമാനിച്ച് നമ്മൾ നാട്ടിൽ പോയത്. നാട്ടിൽ വന്നപ്പോൾ എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട് കേട്ടോ. അപ്പോൾ വിചാരിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ച് ബാംഗ്ലൂർ എത്തിയാൽ മതി. ഇന്ന് ബാംഗ്ലൂരും ചൂട് തന്നെയാണ്, പക്ഷെ രണ്ടും രണ്ട് ടൈപ്പ് ചൂടാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ 3-4 ദിവസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ എത്തി. എൻ്റെ പഴയ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വന്നു കഴിഞ്ഞ് ഒരു ക്ലീനിങ് പരിപാടികളെല്ലാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ കിച്ചണിലെ മാറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചവിട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇട്ട് അതെല്ലാം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പം അത് തിരിച്ചെടുത്തിട്ടതാണ് കേട്ടോ. പിന്നെ അതുപോലെ വേസ്റ്റ് ബിന്നെല്ലാം ഒന്ന് കഴുകി അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഗാർബേജ് കവറൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണ്. നമ്മൾ എവിടെ പോയാലും തിരിച്ച് വന്നു കഴിയുമ്പോൾ, പോകാൻ നേരവും അതെ, തിരിച്ച് വന്നു കഴിയുമ്പോഴും അതെ, നമുക്ക് ഒരുപാട് ജോലികൾ കാണും അല്ലേ. പ്രത്യേകിച്ച് ഈ ക്ലീനിങ് പരിപാടികൾ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക, പിന്നെ തുണികൾ വാഷ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പണികളുണ്ടാവും. അങ്ങനെ അതെല്ലാം ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ 1-2 ദിവസം എടുക്കും നമ്മൾക്ക് അതൊക്കെ ഒന്ന് തീർത്ത് റെഡിയാക്കി വരാനായിട്ട്. അപ്പോൾ അതെല്ലാം തീർത്തതിന് ശേഷം പതിവ് പോലെ രാവിലെ 5 മണിയായപ്പോൾ എണീറ്റ് എൻ്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന് വേണ്ട പൊടികളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 ടീസ്പൂണോളം ചില്ലി പൗഡർ, നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. അപ്പം മുളക് പൊടി കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കോവയ്ക്കയും കൂടി ഇട്ടിട്ട് എന്തായാലും കോവയ്ക്ക വെന്ത് വരാനായിട്ട് ടൈം എടുക്കും. ആ സമയം കൊണ്ട് സവോള നന്നായിട്ട് വഴണ്ട് വന്നോളും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പൊടികളുടെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നിടം വരെ 1 മിനിറ്റ് ഒന്ന് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ണ്ടായിരുന്ന കോവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് നമ്മളിങ്ങനെ അരിഞ്ഞു വെക്കുന്നത് കൊണ്ട് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തലേന്നാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്ത് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് തിരക്ക് പിടിക്കാതെ പതുക്കെ നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെപ്പാടെ തിരക്ക് പിടിച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം, അതിനിടയ്ക്ക് ഇതെല്ലാം ഉണ്ടാക്കണം, അങ്ങനെ കുറേ സമയം എടുക്കും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈസി ആയിട്ട് എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതിയാവും. അപ്പോൾ അതങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടുണ്ടെന്ന് വെന്ത് വരാനായിട്ട്. പിന്നെ തലേന്ന് തന്നെ ഞാൻ അരിയൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ചിട്ട് അതൊന്നുകൂടി ഒന്ന് ചോറ് തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് അങ്ങനെ ചോറ് റെഡിയായി കിട്ടും. പിന്നെ ഇന്ന് ഉണക്കക്കൊഞ്ച് തീയലും വെക്കുന്നുണ്ട്. അപ്പോൾ തീയലിന് വേണ്ട സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ച് തേങ്ങയൊക്കെ ഞാൻ തലേന്ന് തന്നെ രാത്രി വറുത്ത് വെക്കും. അങ്ങനെയാകുമ്പോൾ രാവിലെ നമുക്ക് അത്ര എളുപ്പമല്ലേ. അപ്പോൾ തലേന്ന് വറുത്ത് വെക്കുന്ന തേങ്ങ രാവിലെ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് നമുക്ക് അരച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ തേങ്ങ വറുത്ത് വെക്കുകയാണെങ്കിൽ തീയലുണ്ടാക്കുന്നത് വലിയ പാടായിട്ട് നമുക്ക് തോന്നത്തുമില്ല കേട്ടോ. അപ്പോൾ തീയലിനായിട്ടുള്ള വെജിറ്റബിൾസും കൊച്ചുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങയ്ക്കയും പടവലങ്ങയും കൊച്ചുള്ളിയും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണക്കക്കൊഞ്ചാണെങ്കിലും നമുക്ക് സമയമുള്ള പോലെ അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ അത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആക്കി ഉണക്കിയെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ തീയിലൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് ഞാനിതാ ഒരു ഗ്ലാസ് ജീരക വെള്ളം കുടിക്കുവാണ്. അപ്പോൾ ഡയറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ പോയത്. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഡയറ്റ് എല്ലാം ഗോവിന്ദയായി കേട്ടോ. നാട്ടിൽ ചെന്നപ്പോൾ മാങ്ങ, ചക്ക, അതൊക്കെ ഈ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന സാധനമല്ലേ, അതുകൊണ്ട് മാക്സിമം ഞാൻ കഴിച്ചു. മാങ്ങാപ്പഴമൊക്കെ, മാങ്ങാപ്പഴം എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയിറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുറയ്ക്കാം. പക്ഷേങ്കിൽ ഈ ഒരു സമയത്തല്ലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കഴിച്ചു കേട്ടോ. ഇപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നല്ലേ ഉള്ളൂ, 2 ദിവസം കഴിയുമ്പം ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ 5 ദിവസമേ നിന്നുള്ളെങ്കിലും അത്രത്തോളം വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഫുഡൊന്നും നമുക്ക് നാട്ടിൽ ചെന്ന് ഈ ചൂടത്ത് കഴിക്കാനേ തോന്നത്തില്ല. എപ്പോഴും നമുക്ക് എന്തെങ്കിലും വെള്ളം
വെള്ളം കുടിക്കാനോ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാനോ ഒക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് മാങ്ങാപ്പഴം നല്ലോണം കഴിച്ചു, മാങ്ങാപ്പഴം ജ്യൂസ് അടിച്ച് കുടിച്ചു, അങ്ങനെയൊക്കെ വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പതുക്കെ ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടിയതൊക്കെ ഒന്ന് കുറച്ചെടുക്കണം. അങ്ങനെ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് വാർത്തിട്ടിട്ടുണ്ട്. അതുപോലെ ഇതാ കോവയ്ക്ക മെഴുക്കുരട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കോവയ്ക്ക നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ അത് നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഡ്രൈ ആയിട്ട് വേണ്ടവരാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ തീയലിൻ്റെ എല്ലാം വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് അരപ്പ് ഞാൻ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഉണക്കക്കൊഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കോവയ്ക്ക മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ് കോവയ്ക്കൊക്കെ ഇങ്ങനെ മെഴുക്കുരട്ടിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതങ്ങ് മാറ്റി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട്, അടുത്ത കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടൈം ആണെങ്കിലും ഇങ്ങനെ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരെണ്ണം ആകുമ്പോഴത്തേക്കും അടുത്തത് ചെയ്യുക. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ കുറച്ചധികം ടൈം എനിക്ക് വേണ്ടി വരും കേട്ടോ. അതും കൂടെ കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇതാ ഇന്ന് പൂരിയും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി നമ്മൾ പൂരി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പൂരിയും മുട്ടക്കറിയാണ്. അപ്പം ഞാൻ പരത്തുമ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും നോക്കുന്നില്ല, കാരണം പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പരത്തി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവി റെഡി ആയപ്പോൾ അതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഇതിന് മുന്നേയും ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് പാത്തു ഉറക്കമൊക്കെ എഴുന്നേറ്റ് വീണ്ടും സോഫായിൽ വന്ന് കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് അവളുടെ ഒരു ഡെയിലി റുട്ടീനാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ എഴുന്നേറ്റിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങും. പിന്നെ അവിടുന്ന് ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കും, ചിലപ്പോൾ കുറേ ലേറ്റ് ആവും എഴുന്നേക്കാനായിട്ട്. എന്നാലും കൂടുതലും തിന്നു ഓഫീസിൽ പോയതിന് ശേഷമാണ് കേട്ടോ എണീക്കാറ്. പിന്നെ പൂരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂരി കുറേ ദിവസമായിരുന്നല്ലോ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ അതുകൊണ്ട് പാത്തു കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പൂരി തന്നെ ആക്കിയത്. അങ്ങനെ പൂരിയെല്ലാം ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കും. നന്നായിട്ട് അതിങ്ങനെ കൊമളിച്ച് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഒരു പാത്രം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഈ പാത്രം ഒത്തിരി വർഷം പഴയതാണ്, പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രമാണ് കേട്ടോ. ഇങ്ങനെ എണ്ണയ്ക്കകത്തൊക്കെ പൂരി ഉണ്ടാക്കാനും അതിനൊക്കെ ഞാൻ ഈ ഒരു പാത്രം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാത്രം ഞാൻ കളയാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രം ആയതുകൊണ്ടാണ്. അങ്ങനെ ഇത് നമ്മുടെ അടിപൊളി പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പൂരി എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ദിനുവിൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യായിരുന്നു. അപ്പം ദിനുവിൻ്റെ ലഞ്ച് ബോക്സിൽ നിന്ന് ചോറും കോവയ്ക്ക മെഴുക്കുരട്ടിയും അതുപോലെ ഉണക്കക്കൊഞ്ച് തീയൽ, പിന്നെ വീട്ടിൽ നിന്ന് അമ്മ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചമ്മന്തിപ്പൊടി ചേച്ചിക്ക് കൊടുത്തു വിടാനും ഞങ്ങൾക്ക് തന്നു വിടാനുമായിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതും പിന്നെ മാങ്ങാച്ചാറും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചമ്മന്തിപ്പൊടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിനുവിൻ്റെ ലഞ്ച്. പിന്നെ ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി വന്നിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാനും ദിനുവും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ. ഇനിയിപ്പോൾ പാത്തു എണീക്കുമ്പോൾ പാത്തുവിന് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഇനി 2 ദിവസത്തേക്കും കൂടെ കഴിഞ്ഞിട്ട് ഡയറ്റ് എടുക്കുന്നുള്ളതെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഞാനും ഒരു പൂരിയും ഒരു മുട്ടയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ദിനു ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുക കേട്ടോ. അപ്പോൾ അതാ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ ഫസ്റ്റിലേ ചെയ്യുക. കിച്ചൺ ഒന്ന് ക്ലീൻ ആയാൽ തന്നെ എനിക്ക് പകുതി സമാധാനമാകും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കിച്ചൺ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും പാത്തു ഇത് അവർക്കൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിനു പോയ ഉടനെ തന്നെ അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ ഞാൻ ഒരു ഉമ്മ തരാമെന്നൊക്കെ ചോദിച്ചു ഉമ്മയൊക്കെ മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ പല്ല് ഫ്രണ്ടിലത്തെ താഴത്തെ പല്ല് ഇളകുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു വേദനയുണ്ട്. അത് കൂടാതെ അവളുടെ അണപ്പല്ലിനാണെങ്കിലും ഒരു കേടുണ്ട് കേട്ടോ, അതിനും ഒരു വേദനയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പല്ലുവേദനയുടെ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ക്ലീനിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. കൗണ്ടർ ടോപ്പും സ്റ്റൗവിൻ്റെ അടിയിലും ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് ടൈലെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാത്തൂന് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് അവളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവന്ന് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂരിയും മുട്ടക്കറിയും കൊടുക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ അക്കുത്തിക്ക് താനെ വരുമ്പോൾ ആ ഒരു ഒത്തിരി പേർക്ക് അറിയാവുന്നതായിരിക്കും, അതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ പാത്തൂനും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതുക്കെ ബാക്കി ക്ലീനിങ് പരിപാടികളിലേക്കൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചു. ഓരോ ദിവസവും ഓരോ രീതി. ഇന്നിപ്പോൾ പാത്തു നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അവൾ എണീറ്റ് വരിക.
അപ്പോൾ ഇതാ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറേ ദിവസമായിട്ട് അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം അവരില്ലാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാത്തുവിന് കേട്ടോ. ഒത്തിരിയും ദിവസം കൂടെ നിന്നിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവരില്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പാത്തു പറയുന്നുണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരോട് കളിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കായി അല്ലേ അമ്മ എന്നൊക്കെ. പകൽ ദിനം ഓഫീസിലും കൂടെ പോയി കഴിയുമ്പോൾ നമ്മൾ രണ്ടും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാർട്ടൂൺ ഇടയ്ക്ക് കാണും. പിന്നെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് അവളുടെ ടൈം എന്താ പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതാ ബാക്കി ക്ലീനിങ് പരിപാടികൾ, റൂമെല്ലാം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെരുപ്പാണെങ്കിലും നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും ചെരുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പ് കഴുക്കാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ അധികം അഴുക്കാകത്തില്ല. നമ്മൾ മണ്ണിലൊന്നും അങ്ങനെ അധികം പോകുന്നില്ലല്ലോ. സമയം നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെരുപ്പൊക്കെ അഴുക്കാകും. അങ്ങനെ അതാ ക്ലീനിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പാത്തുവാണെങ്കിൽ കാർട്ടൂണൊക്കെ ടി വിയിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ രാവിലത്തെ റുട്ടീൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്